അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്താണ് എൻ്റെ ഇന്നത്തെ ദിവസം ഇത്ര മോശം? ജോലികൾ ചെയ്തിട്ടും അങ്ങോട്ട് നീങ്ങുന്നില്ല. പഠിക്കാനൊരു മൂഡ് കിട്ടുന്നില്ല. കച്ചവട സ്ഥാപനത്തിലാണെങ്കിലോ എന്നത്തെയും പോലെ കച്ചവടം ലഭിക്കുന്നില്ല. മനസ്സിനൊരു സമാധാനമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെ തോന്നാറുണ്ടല്ലേ? കയ്യിലുള്ള കാശുകൾ എങ്ങനെ പോകുന്നു എന്ന് പോലും അറിയില്ല. എങ്ങനെ വരുന്ന വഴി മാത്രമേ അറിയൂ. തിരിച്ചത് ചെലവായി പോകുന്നത് അറിയുന്നതേയില്ല. അങ്ങനെ ഒരു സുഖമില്ലാത്ത ഒരു ദിവസം. ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ടല്ലേ? ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് വന്നിട്ടുള്ളത് എന്ന്? ഒരു ദിവസത്തിൻ്റെ തുടക്കം നന്നായാൽ മാത്രമേ ആ ദിവസം മുഴുവൻ നന്നാവുകയുള്ളൂ. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ അതിൻ്റെ തുടക്കം നന്നാകണം. എങ്കിൽ മാത്രമേ ഒടുക്കവും നന്നായിരിക്കൂ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസവും. ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം തലേന്ന് രാത്രി ഏറ്റവും നേരത്തെ ഉറങ്ങിയതിന് ശേഷം പുലർച്ചെ രാവിലെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സ്തുതിച്ചുകൊണ്ട് രാവിലെ എണീക്കുന്നു. അതിനുശേഷം വുളു എടുത്ത് തഹജ്ജുദ് നമസ്കരിച്ച് അതിനുശേഷം സുബഹി നമസ്കരിച്ച് നമ്മൾ ആ ദിവസം ആദ്യം തൊടുന്നത്, ആദ്യം നോക്കുന്നത്, ആദ്യം പറയുന്നത്, ആദ്യം മനസ്സിൽ എത്തുന്നത് പരിശുദ്ധ ഖുർആൻ ആണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ തുടക്കത്തിൽ യാസീൻ ഓതി തുടങ്ങുകയും യാസീൻ ഓതി ആ ദിവസം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവൻ ചോദിക്കുന്നതെന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവന് നൽകും എന്നാണ്. ആരെങ്കിലും പകലിന്റെ തുടക്കത്തിൽ സൂറത്തുൽ യാസീൻ ഓതുകയാണെങ്കിൽ അവന്റെ ആ ദിവസം മുഴുവനും എളുപ്പമാകുന്നതാണ്. അതുപോലെ തന്നെ ആ ദിവസത്തിന്റെ തുടക്കത്തിൽ യാസീൻ ഓതുകയാണ് എങ്കിൽ അവന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ കാവൽ അവനിലേക്കുണ്ടായിരിക്കും. അതുമാത്രമല്ല, അവൻ ആ ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തിനായി മുൻനിർത്തി ഇറങ്ങുകയാണെങ്കിൽ ആ കാര്യം ഒരു തടസ്സവും കൂടാതെ സാധിക്കുകയും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയുമില്ല. ഇങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്ന് പതിവാക്കി നോക്കിക്കേ. രാവിലെ എണ്ണീറ്റ് സുബഹി നമസ്കരിച്ചതിന് ശേഷം ഒരു യാസീൻ ഓതി, എന്നിട്ട് കുറച്ച് സൂറത്തുകൾ, അറിയാവുന്ന കുറച്ച് സൂറത്തുകൾ ഓതി ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം സുബഹിക്ക് ശേഷമുള്ള ഉറക്കം ഒഴിവാക്കുക. അങ്ങനെയാണ് എങ്കിൽ ആ ദിവസം പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നോക്കിക്കൊള്ളും അവൻ്റെ കാര്യങ്ങൾ എല്ലാം, ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം. ഇങ്ങനെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങുന്നതാണ്. സമാധാനം ലഭിക്കും. വിഷമങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. കയ്യിലുള്ള പണം ചിലവാക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും. പണം നമ്മുടെ കയ്യിലേക്ക് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടത്തിന് പുരോഗമനം ലഭിക്കും. പഠിക്കാനുള്ള മനസ്സ് കിട്ടും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. രാവിലെ എണീറ്റിട്ട് ഒരു യാസീൻ ഓതി സുബഹി നമസ്കരിച്ചതിന് ശേഷം ഒരു യാസീൻ ഓതി ആ നിസ്കാരപ്പായയിലിരുന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നമ്മുടെ ആ ദിവസം ഖൈറിലും ബറക്കത്തിലും ആയി തീരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.